JNUവിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ PhDയിൽ 4-ാം വർഷ വിദ്യാർത്ഥിയായ അർജുൻ നമ്മുടെ നാട്ടിലെ മലപ്പുറംകാരനാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടന്ന CJP യൂത്ത് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിലും ആക്രമണങ്ങളിലെല്ലാം സാക്ഷിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു അനുഭവം, അർജുന് നേരിടേണ്ട വന്ന ഡിഫിക്കൽട്ടീസ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. തൊട്ടേ നമ്മൾ ഫസ്റ്റ് ദിവസം തൊട്ടേ ഉണ്ട് ഇതിൽ. ഇപ്പം ആദ്യത്തെ ദിവസം ഈ CJPയുടെ ഈ പ്രൊട്ടസ്റ്റ് അനൗൺസ് ചെയ്ത ദിവസം തന്നെ ഓക്കെ നമ്മൾക്ക് ക്രൗഡ് വരുമെന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു ചാൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് വെച്ചിരുന്ന NTA എങ്ങനെ മാറ്റണം, അതല്ലാതെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പ്രൈവറ്റൈസേഷൻ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ സെൻട്രലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇതും മുന്നോട്ട് വെച്ചിട്ട് ഡൽഹിയിൽ പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ ക്യാമ്പയിനിങ് നടത്തിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് അറ്റാക്ക് പോലും ചെയ്യപ്പെട്ടു. ഒരു BJP കോളനി ആയിരുന്നു. അവിടെ പോയിട്ട് ഇതിനെപ്പറ്റി ക്യാമ്പയിനിങ് ചെയ്തപ്പം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് മൈക്കൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്കാരാ ഫണ്ടിങ് തരുന്നത് ചൈന ഫണ്ടിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തായിരുന്നു. അപ്പം പിന്നെ നമ്മൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും വലിയ ക്രൗഡ് വരാറുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പൊളിറ്റിക്സ് ഇവരുടെ അടുത്ത് എത്താം. ബിയോണ്ട് റെസിഗ്നേഷൻ നമ്മൾക്ക് സ്ട്രക്ചറൽ ചേഞ്ചസിന് വേണ്ടി NTA മാറ്റണം. NTA എങ്ങനെയാണ് ഒരു ഓട്ടോണമസ് ബോഡി 24 പേര് വെച്ചിട്ട് ബാക്കിയെല്ലാം കോൺട്രാക്ച്വലൈസ് ചെയ്തിട്ട് വളരെയധികം ലൂപ്പ് ഹോൾസ് ഉണ്ട്. പേപ്പർ ലീക്ക് ആവാനുള്ള ഒരു സംഭവമുണ്ട്. അതല്ലാതെ NTA എങ്ങനെയാണ് ഈ പ്രൈവറ്റൈസേഷൻ എൻകറേജ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ആൾക്കാരെടുത്ത് എത്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊട്ടസ്റ്റിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ തൊട്ടേ ഉണ്ട്, നമ്മൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ. പിന്നെയാണ് അവസാനം ഇപ്പം നമ്മൾ കണ്ട 20th നടന്ന പ്രൊട്ടസ്റ്റ് മാർച്ചിൽ പോലീസിൻ്റെ വയലൻസ്. ഡൽഹി പോലീസ് വയലൻ്റ് ആണെന്ന് നമ്മൾക്കറിയാവുന്ന, ബീയിങ് ഫ്രം ഡൽഹി ഇവിടെ പഠിക്കുന്നതുകൊണ്ട് അറിയാമായിരുന്നു. പക്ഷേ അന്ന് കണ്ടതെന്ന് വെച്ചാൽ വളരെ എക്സസീവായിട്ടുള്ള വയലൻസ് ആയിരുന്നു. മാർച്ച് തുടങ്ങിയപ്പം ഞങ്ങൾ 2 മാർച്ച് ഉണ്ടായിരുന്നു, രണ്ട് റോഡിൽ. കാരണം അത്രയും വലിയ ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റോഡിൽ മാനേജ് ആവത്തില്ല. അപ്പോൾ നമ്മൾ പോയ റോഡിൽ 3ാമത്തെ ബാരിക്കേഡ് കഴിഞ്ഞപ്പോഴേക്കും കൊനോട്ട് പാലസ് പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വളരെ ബ്രൂട്ടൽ വയലൻസ് തുടങ്ങിയത്. അതേ റോഡിലാണ് അവസാനം ഒരു 4 മണിയായപ്പം ടിയർ ഗ്യാസിങ് ആദ്യമായിട്ട് തുടങ്ങിയത് തന്നെ. അപ്പോൾ വയലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തലയടിച്ച് പൊളിക്കുകയായിരുന്നു. എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ 2-3 പേരുടെ തല പൊട്ടിയായിരുന്നു. പിന്നെ പോലീസ് തന്നെ സ്റ്റാമ്പീഡ് എൻകറേജ് ചെയ്യായിരുന്നു 3-4 സൈഡിൽ നിന്നും. അപ്പം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്രസ്സായി, ആൾക്കാരുടെ ദേവർ ഫാളിങ് അൺകോൺഷ്യസ്. പിന്നെ നമ്മൾക്ക് ഓരോരുത്തരെ പൊക്കി തൊട്ടടുത്തുള്ള ഏറ്റവും ഹൈ ഗ്രൗണ്ടായ കാറിൻ്റെ മേലെ ഞങ്ങൾ വെക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ വയലൻസ് വളരെ കൂടിയതെന്ന് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ സ്റ്റാമ്പീഡ് കൂടിയപ്പം ആൾക്കാർ സ്റ്റാമ്പീഡിൽ നിന്ന് എസ്കേപ്പായി സൈഡിലുള്ള ഒരു LIC ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു ഗേറ്റ് തുറന്നിരിക്കുന്നത്. അപ്പം അതിലോട്ട് അകത്തോട്ട് പോയി. അപ്പം പോലീസും എന്ത് ചെയ്തു, പോലീസും ആ LIC ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് വന്നിട്ട് ഗേറ്റ് ബ്ലോക്ക് ചെയ്തു. അപ്പം ബേസിക്കലി ആ ഒരു കോമ്പൗണ്ടിൽ ഒരു എക്സിറ്റേ ഉള്ളൂ, ആ എക്സിറ്റ് മൊത്തം പോലീസ്. പിന്നെ ഇവരകത്ത് കയറി കിട്ടുന്ന എല്ലാവരും അടിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് എടുത്ത വീഡിയോസിലാണ് സിവിൽ ഡ്രസ്സിലും കുറേ പേരുണ്ടായിരുന്നു, ഒരു ബ്ലൂ സിവിൽ ഡ്രസ്സിലൊക്കെ. അവരും നല്ലപോലെ അടിച്ചു. പിന്നെ മെയിൽ പോലീസ് ഓഫീസേഴ്സും പെൺകുട്ടികളെയും ശരിക്കും അടിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ ഒരു കോമ്രേഡിനെ ചുമരിൽ, പുള്ളിക്കാരി പുറകിലോട്ട് പോകുമൊന്നുമില്ല, ചുമരായിരുന്നുള്ളത്. അപ്പം പുള്ളിക്കാരി നല്ലോണം ഇഞ്ചുറി ആയിട്ടുണ്ട് അതിൽ. അങ്ങനെ ലാത്തി ചാർജ് വളരെ അധികമായിരുന്നു. പിന്നെ ആദ്യം കല്ലെറിഞ്ഞതും പോലീസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർലമെൻറ്റ് സ്ട്രീറ്റ് വളരെ ക്ലീൻ ആയിട്ടുള്ള അത്രയും പ്രൈം ഏരിയ ആയതുകൊണ്ട് ടാർ റോഡും പിന്നെ സിമെൻറ്റ് മാത്രമാണ്. അവിടെ കല്ലൊന്നും ആരെക്കൊണ്ടും കൊണ്ടുവരാൻ പറ്റത്തില്ല കല്ല്. അപ്പം അവിടെ നേരത്തെ ഒരു ട്രക്ക് ഫുൾ ഓഫ് സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അത്രയും ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ എങ്ങനെ അതെത്തി എന്നൊരു വലിയ ക്വസ്റ്റ്യനാണ്. അത് ക്ലിയറാണ് ആരവിടെ കൊണ്ടെത്തിച്ച്. ഒരു സിവിലിയനൊന്നും അത്രയും ഒരു ട്രക്ക് ഫുൾ ഓഫ് സ്റ്റോൺസ് പാർലമെൻറ്റ് സ്ട്രീറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതും തൊട്ടടുത്ത് കൊനോട്ട് പാലസ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, വലിയൊരു പോലീസ് സ്റ്റേഷൻ അത്. അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി അവിടെ ഡാമേജ്ഡ് ആയിട്ടുള്ള കാർസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ വയലൻസ് തുടങ്ങുന്നത്. പിന്നെ വയലൻസ് സ്പിൽ ഔട്ടായിട്ട് എല്ലായിടത്തും വയലൻസ് തുടങ്ങി.
പിന്നെ അവസാനം ഞങ്ങൾ പ്രൊട്ടസ്റ്റ് സൈറ്റ് അകത്തോട്ട് ഓടി. അപ്പം കാരണം ഓൾറെഡി ഹങ്കർ സ്ട്രൈക്കേഴ്സ് ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അവർ മാർച്ച് ചെയ്തില്ല, കാരണം ദേവർ വെരി വീക്ക്. മാർച്ച് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഒന്നും അവർക്കില്ലായിരുന്നു. അപ്പോൾ ഹങ്കർ സ്ട്രൈക്കേഴ്സ് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഹങ്കർ സ്ട്രൈക്കേഴ്സ് ഉള്ള അവിടെ ഞങ്ങൾ നിൽക്കുമ്പം ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് സൈറ്റിൻ്റെ അകത്ത് ടിയർ ഗ്യാസിങ് തുടങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഹ്യൂമൻ ചെയിൻ ഫോം ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അപ്പം കാരണം നമ്മൾ ഹ്യൂമൻ ചെയിൻ ഫോം ചെയ്തത് എന്നാണോ സോനം വാങ്ചുക്കിനെ പിക്കപ്പ് ചെയ്തത് അന്ന് ഇവരെയും പിക്കപ്പ് ചെയ്യാൻ വന്നായിരുന്നു പോലീസ്. അപ്പോൾ അന്നും നമ്മൾ ഹ്യൂമൻ ചെയിൻ ഫോം ചെയ്താണ് അത് നിർത്തിയത്. അതേപോലെ ഇന്നും ഹ്യൂമൻ ചെയിൻ ഫോം ചെയ്തു. പക്ഷേ ടിയർ ഗ്യാസ് കാരണം എല്ലാവർക്കും വളരെ ഫേസ് ഇറിറ്റേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി, കണ്ണിൽ ഇറിറ്റേഷൻ ഫീൽ ചെയ്ത്. എനിക്കും അതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം എല്ലാവരും കൂടി ഈ സ്റ്റാളിൻ്റെ അടുത്തോട്ട് വന്നപ്പം വളരെയധികം സ്റ്റാമ്പീഡിൻ്റെ സിറ്റുവേഷനിലോട്ട് ലീഡ് ചെയ്തു. അപ്പോഴാണ് ഈ സ്റ്റാളിൻ്റെ അടുത്തുള്ള ഹങ്കർ സ്ട്രൈക്കേഴ്സ് 3 പേര് ഇരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ചുമര് പൊളിഞ്ഞു വീണത്. അങ്ങനെ ഒരാൾക്ക്, ഹങ്കർ സ്ട്രൈക്കറല്ല, കൂടുതലിരിക്കുന്ന ഒരാൾക്ക് കാലിൽ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനെ കംപ്രസ് ആവാൻ തുടങ്ങിയപ്പോൾ വളരെയധികം ഒരു ടെൻസ് സിറ്റുവേഷൻ ആയിരുന്നു. പോലീസ് ലാസ്റ്റ് ചാർജും തുടങ്ങി, ഓൾറെഡി ടിയർ ഗ്യാസിങ്ങും ഉണ്ട്. അങ്ങനെ അവിടെ തൊട്ടടുത്ത് ജന്തർമൻ്റെ അകത്ത് തന്നെ ഒരു അൺയൂസ്ഡ് ഗേറ്റ് ഉണ്ടായിരുന്നു, JDU ഓഫീസിൻ്റെ, നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ ഗേറ്റ്. അപ്പം ഇത്രയും ക്രൗഡ് വന്ന് ഇത്രയും പുഷ് ഓവർ ചെയ്ത അവസാനം നമ്മൾക്ക് ആ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി ആ ഓഫീസിൻ്റെ ബാക്ക് ഗേറ്റിലൂടെയാണ് നമ്മൾ പിന്നെ എസ്കേപ്പ് ആയത്. പക്ഷേ എസ്കേപ്പ് ആയിട്ടും ഞങ്ങൾ എത്തിയത് ജൻപത് അത്യാവശ്യമല്ല, 800 മീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പം വി റീച്ച്ഡ് എ സ്പേസ് എവേ ഫ്രം ദി പ്രൊട്ടസ്റ്റ് സൈറ്റ്. അപ്പം അവിടെ വന്നിട്ട് പോലീസിനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പിന്നെ കണ്ടത് 4 ഡയറക്ഷനിൽ നിന്നും പിന്നെയും ടിയർ ഗ്യാസിങ്. അപ്പം ആയിരക്കണക്കിന് സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക ക്ലൂലെസ് ആയിട്ട്. കാരണം ഇൻ്റർനെറ്റും ഇല്ല, രാവിലെ തൊട്ട് ഇൻ്റർനെറ്റ് ഇല്ല, രാവിലെ തൊട്ട് രാത്രി വരെ. ഇപ്പോഴും ഇൻ്റർനെറ്റ് വന്നിട്ടില്ല, സോറി. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ല. അപ്പം എങ്ങോട്ട് ഓടിയാലും അടിയും ടിയർ ഗ്യാസിങ്ങും ആയിരുന്നു. അപ്പം അറ്റ് വൺ പോയിന്റ് ഇറ്റ് വാസ് ലൈക്ക് ദേ വർ ഡൂയിങ് ഇറ്റ് ഫോർ ദി ഫൺ ഓഫ് ഇറ്റ്. കാരണം ഇത്ര നേരം ചെയ്തു, ഇനി കൂടുതൽ ചെയ്യാം, എത്ര എക്സസീവ് ആയാലും കുഴപ്പമില്ലെന്ന്. അപ്പം പിന്നെ ടിക്കറ്റ് എടുക്കാനും അടുത്തൊരു മെട്രോ ഉണ്ട് ഈ ബോക്സിൻ്റെ അകത്ത്, ജൻപത് മെട്രോ. അപ്പം കുറേ പേര് എല്ലാവരും വേറെ വേറെ മെട്രോയിലോട്ട് ഓടുക എസ്കേപ്പായിട്ട്. അപ്പം ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെയധികം പിള്ളേർ വെറീഡായിട്ട് മെട്രോൻ്റെ അകത്ത് കയറി ഒന്നും നോക്കാനില്ലാതെ മെട്രോ ബുക്ക് ചെയ്യുന്ന കൗണ്ടേഴ്സിൻ്റെ മേലെ കൂടെ ജമ്പ് ചെയ്തിട്ടാണ് മെട്രോയിൽ ഫോഴ്സ്ഫുള്ളി കയറിയത്. കാരണം അത്രയും പാനിക്കിലായിരുന്നു എല്ലാവരും. ലൈക്ക് ഇത്രയും വയലൻസ് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം വന്ന ജനറൽ പബ്ലിക് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എങ്ങനെ പോലീസ് നമ്മളെങ്ങനെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നു, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ രീതിയിലായിരുന്നു. അപ്പോൾ ദ ഹോൾ ഡേ വാസ് വയലൻറ്റ്. അങ്ങനെ അവസാനം മെട്രോയിൽ കയറി 2-3 മെട്രോ കഴിഞ്ഞിട്ടാണ് ഇൻ്റർനെറ്റ് പോലും കിട്ടിയത്. സോ ഇതായിരുന്നു അന്ന് നടന്ന സംഭവം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടു കാണും എത്രയോ വീഡിയോസ് അബൌട്ട് പോലീസ് വയലൻസിൻ്റെ. അപ്പം ബേസിക്കലി ഇതാണ് നടന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ, ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസിലെ സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ CJP, കോക്രോച്ച് ജനതാ പാർട്ടി കൊണ്ടുവന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇത് എന്നൊരു ലേബൽ വന്നതുപോലെ തോന്നുന്നുണ്ടോ? ഈ മീമ് കാരണം കുറേ പേര് ജോയിൻ ചെയ്തു. അപ്പം ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടി. അപ്പം നമ്മൾക്കറിയാവുന്ന ഫസ്റ്റ് ദിവസവും വളരെയധികം എന്താ പറയുക, ഓക്കെ അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ് ആൾക്കാർ വരുമെന്ന്. അപ്പം പക്ഷേ CJPയുടെ ഡിമാൻഡ് ഈസ് ജസ്റ്റ് റെസിഗ്നേഷൻ. അപ്പം നമുക്കറിയാം, നോക്കി ഇതിനു വേണ്ടി ആൾക്കാർ വരുമെങ്കിൽ വരട്ടെ, അവിടെ പോയി നമ്മൾക്ക് ബിയോണ്ട് ദിസ് സ്ട്രക്ചറൽ ചേഞ്ചിന് വേണ്ടി സംസാരിക്കാമെന്ന്. സോ CJPയുടെ പ്രൊട്ടസ്റ്റ് ആണെന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ വി വെർ ലൈക്ക് ഓക്കെ, ഇഫ് യു കുഡ് ബ്രിങ് ദി ക്രൗഡ്. പക്ഷേ ഇപ്പം ഇറ്റ്സ് നോ മോർ CJP's പ്രൊട്ടസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇത് ഇപ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്റ്റുഡൻസ് മൂവ്മെൻറ്റായി, യൂത്ത് മൂവ്മെൻറ്റായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കിയാൽ CBSE പ്രത്യേകിച്ച് നീറ്റ് എക്സാംസിൻ്റെ ചോദ്യപേപ്പറൊക്കെ ചോർന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ളൊരു വലിയൊരു പ്രതിഷേധം
നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഒരു ഓൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇതിനെത്രത്തോളം ജനറൽ പബ്ലിക്കിൽ നിന്ന് തന്നെ സപ്പോർട്ട് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു സപ്പോർട്ടോടു കൂടി ഇങ്ങനൊരു പ്രതിഷേധം നമ്മൾ ചെയ്യുമ്പോൾ ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടോ? അതോ എങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ യൂത്ത് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? ഈ മൂവ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ ഇനി എന്ത് ഫോം എടുക്കും അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണണം. കാരണം ഇതിലിപ്പോൾ പല ഫാക്ടേഴ്സ് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് റിപ്രസ് ചെയ്യുന്നത് ബ്രൂട്ടലായിട്ട്. അപ്പം ഇനി എങ്ങനെ CJP എങ്ങനെ ആക്ട് ചെയ്യും, കൂടുതലുള്ളവർ എങ്ങനെ ആക്ട് ചെയ്യും, ഓപ്പോസിഷൻ അവർ പലതും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ ആക്ച്വൽ മാറ്റം വേണമെങ്കിൽ ലൈക്ക് ഇവർ ബിയോണ്ട് റെസിഗ്നേഷൻ എന്താ CJP ഡിമാൻഡ്സ് വൈഡൻ അപ്പ് ചെയ്യണം. പക്ഷേ CJPയുടെ ഈ പ്രൊട്ടസ്റ്റിൽ ഭാഗമായ ബാക്കി ഓർഗനൈസേഷൻസിൻ്റെ ഡിമാൻഡ് വളരെ വൈഡാണ്, വളരെ ബ്രോഡായിട്ടുള്ള ഡിമാൻഡ്സ് ഉണ്ട്. അത് ഇവർ നേരത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മൂവ്മെൻറ്റിലൂടെ നമ്മൾ ബാക്കിയുള്ള എഡ്യൂക്കേഷൻ്റെ കൺസേൺസ് ലൈക്ക് പ്രൈവറ്റൈസേഷൻ, സെൻട്രലൈസേഷൻ, ഇപ്പോൾ VBSI ബില്ല് വരുന്നുണ്ട്, HCI ബില്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഡ്യൂക്കേഷനെ മോർ ആൻഡ് മോർ എക്സ്ക്ലൂസീവ് ആക്കാനുള്ള ഒരു പോളിസീസാണ് കൊണ്ടുവരുന്നത് ഗവൺമെൻറ്. അപ്പം ഇതിലൂടെ അങ്ങോട്ടും എത്തണം. അങ്ങോട്ട് എത്തിയാൽ മാത്രമേ എഡ്യൂക്കേഷൻ ആസ് എൻ ഓൾ നമുക്ക് ഓവറോൾ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഈ ഒരൊറ്റ പേപ്പർ ലീക്കിൽ മാത്രം ലിമിറ്റ് ചെയ്താൽ ഇതിൻ്റെ ഈ മൂവ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ തന്നെ ഡൈഔട്ടായി പോകും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവും. ബാക്കിയുള്ള എഡ്യൂക്കേഷണൽ ഇഷ്യൂസിനെയും കോൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഈ ഇന്റർനെറ്റ് കട്ടാക്കുക, മെട്രോ സ്റ്റേഷൻ ക്ലോസ് ചെയ്തിടുക, ബാരിക്കേഡ് വെച്ച് യാത്രാ തടസ്സമുണ്ടാക്കുക, ഇത്തരത്തിലുള്ളൊരു ഭീകര ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾ സ്റ്റുഡൻസ് ഇതിൽ നിന്ന് പിൻവാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. അപ്പം ഈ ഒരു പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമാകുമോ, അതോ എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇത് ഷഹീൻബാഗ് CA പ്രൊട്ടസ്റ്റിൻ്റെ സമയത്തും ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിൻ്റെ സമയത്തും സെയിം ടാക്ടിക്സ് ഡൽഹി പോലീസ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. മെട്രോസ് ഷട്ടാക്കുന്നതും ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ടും ഒക്കെ. അപ്പം ഇത് ലൈക്ക് നേരത്തെ ഷഹീൻബാഗിൻ്റെ സമയത്ത് അത് സ്പെസിഫിക്കലി ഒരു കമ്മ്യൂണിറ്റിയുടെ ഇതായതുകൊണ്ട് ആൾക്കാർ അധികം കൺസിഡർ ചെയ്തില്ല. അതേപോലെ ഈ പോലീസിൻ്റെ വയലൻസ് JNU, ജാമിയ, അലിഗർ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഈ ടെക്നിക്സാണ് ഇപ്പോൾ ഒരു ബിഗർ ക്രൗഡിൻ്റെ മേലെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ലൈക്ക് ഈ ഡൽഹിയിലെ സർക്കിൾസിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ പുതിയ സ്റ്റുഡൻസിന് ഇത് ഒരു ഷോക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇവർ ഇത്രയും വലിയ സ്കെയിലിൽ ഇനി അന്ന് ചെയ്തത് ചെറിയ സ്കെയിലിൽ ഇത്രയും വലിയ സ്കെയിലിൽ ഡൽഹി പോലീസ് എത്ര ചെയ്യുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഇതിൽ വരുന്ന ഈ ക്രൗഡിൽ BJP വോട്ടേഴ്സിൻ്റെ മക്കളും ഉണ്ട്, പിന്നെ ട്രഡീഷണൽ BJP വോട്ട് ബാങ്ക്സ് നിന്ന് വരുന്നവരും ഉണ്ട്, ലൈക്ക് അപ്പർ കാസ്റ്റ് ഗ്രൂപ്പ്സ് നിന്ന് വരുന്നവരും ഉണ്ട്. സോ അവരുടെ മേലെ ഈ ടെക്നീക്സ്, ഈ റെപ്രഷൻ്റെ ടെക്നീക്സ് എത്ര കാലം യൂസ് ചെയ്യും, ആ യൂസ് ചെയ്തത് BJP എന്നൊരു പാർട്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഷഹീൻബാഗിൽ യൂസ് ചെയ്ത പോലെയൊന്നും അത്രയും ബ്രൂട്ടലായിട്ടൊന്നും യൂസ് ചെയ്യത്തില്ല. കാരണം ഷഹീൻബാഗിലൊക്കെ അൾട്ടിമേറ്റ്ലി 20-30 ലൈക്ക് പ്രൊട്ടസ്റ്റേഴ്സ് മരിച്ചു. നമ്മൾ അവസാനം ഡൽഹി റൈഡ്സിൽ പോയിട്ടത് നിന്നു. സോ അത്രയും റിപ്രഷൻ എന്തായാലും ഇവിടെ ഉണ്ടാവത്തില്ല. പക്ഷേ ലെറ്റ്സ് സീ, നമുക്ക് ഇങ്ങനെ ഷുവർലി ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധം സക്സസ് ആവും എന്നുള്ളൊരു ഇതുണ്ടോ? അപ്പാർട്ട് ഫ്രം ദി റെസിഗ്നേഷൻ എനിക്ക് CJP എന്നൊരു ഏജൻറ്റിൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അടുത്തുനിന്ന് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല. പക്ഷേ ഈ യൂത്ത് അൺട്രസ്റ്റ് ഇങ്ങനെ കൂടി ഇപ്പം ഇന്നലെ ബീഹാറിൽ വളരെ വലിയ പ്രൊട്ടസ്റ്റ് ആയിരുന്നു, മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റിലൊക്കെ ചില സെക്ഷൻസ് മാത്രമേ ബാക്കിയുള്ള സിസ്റ്റമിക് ഓവർഹോൾ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ഗ്രൂപ്പ്സ് സിസ്റ്റമിക് ഓവറോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പ്രൈവറ്റൈസേഷനൊക്കെ. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇറ്റ്സ് ഈസിയർ ടു ഡീമണൈസ് ലെഫ്റ്റ് ഗ്രൂപ്പ്സിനെ. എപ്പം കുറച്ചും കൂടി മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഈ ഡിമാൻഡ് അവർ എടുക്കും, ഈ ഡിമാൻഡ് അവരും മുന്നോട്ട് വയ്ക്കുമോ, അപ്പോഴായിരിക്കും നമ്മൾക്ക് ഇത് പുഷ് ചെയ്യാൻ ഈസിയർ. അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിന് ലെഫ്റ്റ് ഗ്രൂപ്പ്സിനെ ഡീലെജിറ്റിമൈസ് ചെയ്യാൻ ഈസിയാണ്. അപ്പം ഈ മൂവ്മെൻ്റ് അകത്ത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ മൂവ്മെൻ്റ് അകത്തുള്ള ലെഫ്റ്റ് ഗ്രൂപ്പ്സ് അവരുടെ ഡിമാൻഡ്സും കൂടി മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരണം. അവരുടെ ഡിമാൻഡ്സ് യൂത്തിൻ്റെ ഇടയിൽ വൈഡറായിട്ട് പൊളിറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ബ്രോഡർ മാസസും അത് ഡിമാൻഡ് ചെയ്യണം. എന്നാലേ ബിയോണ്ട് ഇത് റെസിഗ്നേഷൻ പോകും. അപ്പം നമുക്ക് റെസിഗ്നേഷൻ ഒരു സിംബോളിക് വിക്ടറിയാണ്. ഈ ഗവൺമെൻറ് പിന്നോട്ട് വെച്ചിട്ടില്ല, ഡിഫെൻസീവായിട്ട് പ്ലേ ചെയ്തിട്ടില്ല, അതൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നു. വളരെ വലിയ അക്കൗണ്ടബിലിറ്റി എന്ന ക്വസ്റ്റ്യൻ ഈ ഗവൺമെൻറ് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു റെസിഗ്നേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലോങ് ടേമിൽ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ നമ്മൾക്കൊരു ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ NTA സ്ക്രാപ്പ് ചെയ്യപ്പെടണം കംപ്ലീറ്റ്ലി. അതല്ലാതെ പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെൻ്റ്ലി മുന്നോട്ട് വെച്ച എല്ലാ ബിൽസും തിരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നടന്നാലേ ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു സിംബോളിക് വിക്ടറി ആയിട്ട് മാത്രം നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. CJP വന്നു, ആൾക്കാരെ കിട്ടി. പിന്നെ സോനം വാങ്ചുക് വന്നു. അപ്പം സോനം വാങ്ചുക് ബ്രോട്ട് ഹിസ് ഓൺ ക്രൗഡ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പലരും വർക്ക് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. ഫോർ എക്സാമ്പിൾ അവിടെ വരുന്ന ക്രൗഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ക്രൗഡാണ്. ഇന്ന് വരുന്ന ക്രൗഡ് നാളെ വരത്തില്ല. ഇത് ഞാൻ പറയുന്നത് ബിഫോർ ദിസ് മാർച്ച്, ബിഫോർ ദ വയലൻസ്. അപ്പോൾ ഇന്ന് വരുന്ന ക്രൗഡ് നാളെ വരത്തില്ല, പിന്നെ മറ്റന്നാൾ വേറെ ക്രൗഡ് വരും, വീക്കെൻഡ്സിൽ വേറെ ക്രൗഡ് വരും. അങ്ങനെയാണ് ഈ ജന്തർ മന്തറിലെ ക്രൗഡ്സ് ഡെയിലി ഉള്ളത്. അപ്പം അവിടെ ഡെയിലി നിന്ന് വന്നും പോകുന്ന ആൾക്കാരെ എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നത് ഈ JNU, ജാമിയ, അംബേദ്കർ യൂണിവേഴ്സിറ്റി, പിന്നെ അടുത്തുള്ള DU, ഇവിടുത്തെ സ്റ്റുഡൻസാണ് ഇങ്ങനെ വരുന്ന ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ക്രൗഡിനെ ലെക്ചേഴ്സ് ആയാലും സ്റ്റുഡൻറ്റ് ലൈബ്രറി ആയാലും പിന്നെ സോങ്സ് ആയാലും സ്ലോഗനേറിങ് ആയാലും ഇവരെ പിടിച്ചു നിർത്തിയത്, ഇവരെ പൊളിറ്റിക്കലി എൻഗേജ് ചെയ്തത്. ഇപ്പം CJP ആണെങ്കിൽ മോർണിംഗും ഈവനിങ്ങും ഒരു പാട്ടിൻ്റെ ഒരു ബിറ്റ് ഇടും. അവർ പാട്രിയോട്ടിക് സോങ്സ് പ്ലേ ചെയ്യും, അങ്ങനെ ക്രൗഡിനെ ഇൻവോൾവ് ചെയ്യും. സോ ബിയോണ്ട് ദാറ്റ് അവർക്ക് ട്രെയിനിങ് ഇല്ലായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് എങ്ങനെ ഹോൾഡ് ചെയ്യണം, എങ്ങനെ ആൾക്കാരെ എൻഗേജ് ചെയ്യണമെന്ന്. അപ്പം ഈ ഒരു വലിയ ഗ്യാപ്പ്, ഈ പ്രൊട്ടസ്റ്റ് ഇത്രയും കാലം സസ്റ്റെയിൻ ചെയ്യാനുള്ള സ്ട്രെങ്ത്തും ഈ ഒരു വലിയ ഗ്യാപ്പും ഫിൽ ചെയ്തത് ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ഇഷ്യൂസിനെ പറ്റി കഴിഞ്ഞ 10 വർഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റ് ആക്ടിവിസ്റ്റ് മാത്രമാണ്. ഇവരില്ലായിരുന്നെങ്കിൽ, ഇങ്ങനത്തെ പല ഗ്രൂപ്പ്സ് ഇല്ലായിരുന്നെങ്കിൽ ലിറ്ററലി ഈ പ്രൊട്ടസ്റ്റ് സർവൈവ് ആവില്ലായിരുന്നു. അത് വളരെ ക്ലിയർ ആണ്. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ടാണ് ഫസ്റ്റ് വന്ന ദിവസം പോലും അന്ന് വന്ന കൺസിഡറബിളി ചെറിയ ക്രൗഡിനെ പോലും CJPക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും സ്റ്റേജിൽ കയറി അന്ന് മാനേജ് ചെയ്തത് ആക്ടിവിസ്റ്റുകളാണ്, ലൈക്ക് സ്റ്റുഡൻറ്റ് ആക്ടിവിസ്റ്റാണ്. സോ നമ്മൾ CJP ബ്രോട്ട് ഇൻ ദി ക്രൗഡ്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റിൻ്റെ സക്സസ്സിൽ പല ഫാക്ടേഴ്സും പ്ലേ ചെയ്തിട്ടുണ്ട്, പല ഗ്രൂപ്പ്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മിയർലി ഒരു CJP പ്രൊട്ടസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് മിയർലി ഇൻ ദ നെയിം. പക്ഷേ ഇത് ഓൾറെഡി ബിയോണ്ട് CJP ആണ്. പിന്നെ ഈ വയലൻസ് കഴിഞ്ഞിട്ട് അത് ഒരു പ്രോപ്പർ യൂത്ത് പ്രൊട്ടസ്റ്റായി മാറിയിട്ടുണ്ട്. ഈ ഒരു യുവാക്കളുടെ ഒരു പ്രതിഷേധത്തിനെ ഒരു റിലീജിയനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടോ? ഒരു പൊളിറ്റിക്കൽ ഇതായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ? ഞാൻ ഇതിൽ കേന്ദ്ര സർക്കാർ എന്തായാലും നോക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മുമ്പേ കേന്ദ്ര സർക്കാരിനെ ചലഞ്ച് ചെയ്ത ഒരു പ്രൊട്ടസ്റ്റ്, വലിയ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ്. പക്ഷേ ഒരു യൂത്ത് സൈഡിൽ നിന്ന് ഗവൺമെൻറ്റിനെ ഡൽഹിയിൽ ശരിക്കും ചലഞ്ച് ചെയ്തൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ആൻറ്റി-CAA പ്രൊട്ടസ്റ്റ്. പക്ഷേ ആ ഒരു സിറ്റിസൺഷിപ്പിൻ്റെ ഒരു ഇഷ്യൂ ഗവൺമെൻറ് ഒരു മുസ്ലിം ഇഷ്യൂ ആക്കിയിട്ട് അതിനെ ചുരുക്കി അതിനെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്തു. ഇറ്റ് വാസ് വെരി ഈസി.
പക്ഷേ ഇവിടുത്തെ ബേസ് കുറച്ചും കൂടി വൈഡർ ആയതുകൊണ്ട് പിന്നെ ഈ ഹിന്ദു സെക്ഷനിലും ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ് ആൻഡ് കാസ്റ്റ് ആംഗിളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഗവൺമെൻറ്റിന് അത്ര എഫക്റ്റീവായിട്ട് അവരുടെ എന്താ ഇതിനൊരു മുസ്ലിം ആംഗിൾ കൊടുക്കാൻ പറ്റുന്നില്ല. അത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ക്രൗഡ് ഈസ് സെൻറ്റർ റൈറ്റ് ക്രൗഡും ഉണ്ട്, എല്ലാ സെക്ഷൻസിനും വരുന്നതുകൊണ്ട് ഈ ഒരു ആംഗിളിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ദീപ്ക ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അത് ഈസി ആയെന്നെ. പക്ഷേ ദീപ്ക ഒരു മുസ്ലിം അല്ല, അതുമുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവർ CJP ഇതിനെ വളരെ കൺസർവേറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. CJP ഇന്നലെ പോലും ന്യൂസ് കണ്ടു കാണും, ഒരു CJP ലീഡർ പറഞ്ഞു ചില സ്ലോഗൻസ് മാത്രം യൂസ് ചെയ്യണം, ചിലത് യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. സോ അവരങ്ങനെ അത്രയും കൺസർവേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഗവൺമെൻറ്റിനെ അവർ ഇങ്ങനത്തെ രീതിയിൽ ത്രെട്ടൺ ചെയ്യുന്നില്ല. സോ ഗവൺമെൻറ്റിന് അറിയത്തില്ല ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ട്വിസ്റ്റ് ചെയ്യണമെന്ന്. സോ അതൊരു ഇതുണ്ട്. ആദ്യത്തെ ദിവസം ഇത് തുടങ്ങിയപ്പോൾ സൗരവ് ദാസിൻ്റെ ഉമർ ഖാലിദിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ വൈറലാക്കി ഒരു സംഭവം നടന്നായിരുന്നു. അപ്പം പക്ഷേ ഞങ്ങൾ പേഴ്സണലി അവിടെയുള്ള ലെഫ്റ്റ് ഗ്രൂപ്പ്സ് ഞങ്ങൾ അവിടെ ക്ലിയർലി ഒരു സ്റ്റാൻഡ് എടുത്തായിരുന്നു. ഞങ്ങൾ ഉമർ ഖാലിദിനെ ഡിഫെൻഡ് ചെയ്തായിരുന്നു. ഉമർ ഖാലിദ് അൺജസ്റ്റിഫൈഡ് ആയിട്ടാണ് ജയിലിലുള്ളത്, ജയിൽ വിത്തൗട്ട് ട്രയല്. പക്ഷേ CJP അതിനെപ്പറ്റി ഒരു സ്റ്റാൻഡും എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവും എല്ലാവരും ഉള്ളവർ ഉമർ ഖാലിദും ഒരു സ്റ്റുഡൻറ്റ് ഇഷ്യൂ ആണ്, നിങ്ങൾ പറയുന്നില്ലെങ്കിൽ പറയുന്നില്ല, കാരണം യു ഹാവ് യുവർ റീസൺസ്. പക്ഷേ വി വിൽ ഓൾവേസ് ടോക്ക് അബൌട്ട് ഉമർ ഖാലിദ് എന്നിട്ട് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല CJP ഇങ്ങനത്തെ പല ഇഷ്യൂസും അഡ്രസ്സ് ചെയ്തിട്ടില്ല, ദലിത് ഇഷ്യൂസ്, മുസ്ലിം ഇഷ്യൂസ്. അങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്നും, പ്രോഗ്രസീവ് സൈഡിൽ നിന്നും ഈ ഒരു ക്രിട്ടിക്ക് ഉണ്ടല്ലോ, ദലിത് സെക്ഷൻസ് നിന്നും മുസ്ലിം സെക്ഷൻസ് നിന്നും. അത് ഇൻ എ വേ ഇറ്റ്സ് ട്രൂ. പക്ഷേ ജന്തർ മന്ദറിൽ ഇത്രയും ദിവസം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന എല്ലാ ലെഫ്റ്റ് ഓർഗനൈസേഷൻസും മിക്ക ഓർഗനൈസേഷൻസും ഇത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവർ ഗ്രൗണ്ടിൽ അവരുടെ പ്രോഗ്രാംസിലൂടെയും അവരുടെ ബുക്സിലൂടെയും ലെക്ചേഴ്സിലൂടെയും ഇങ്ങനത്തെ വൈഡായിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസിലെ കാസ്റ്റിസം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് മൈനോറിറ്റീസ് മാർജിനലൈസ് ആവുന്നത്, എങ്ങനെയാണ് മൗലാന അബ്ദുൽ കലാം ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് അതിനെങ്ങനെയാണ് ഈ ഗവൺമെൻറ് നിർത്തലാക്കിയത്. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ബിയോണ്ട് CJP നമ്മൾ ഇതൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. പക്ഷേ ഇതൊന്നും മീഡിയയിൽ വന്നിട്ടില്ല. അതും ഒരു ഇതാണ്. അപ്പം നമ്മൾ നമുക്കിങ്ങനെ ക്രിട്ടിക്ക് ചെയ്യാം, CJP ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് നടന്നു. പക്ഷേ ഗ്രൗണ്ടിൽ പോയവർ ഇത് ചെയ്തിട്ടുണ്ട്. ബട്ട് CJP ഡസൻറ്റ് വാണ്ട് ടു. CJPക്ക് ഭയങ്കര കുറച്ച് പേടിയോടെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവർ അത്ര റാഡിക്കലായിട്ടുള്ള സ്റ്റെപ്സും അത്രയും ഷാർപ്പായിട്ടുള്ള ക്രിട്ടിക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഗ്രൗണ്ടിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഗ്രൗണ്ടിൽ വളരെ റാഡിക്കലായിട്ട് സ്റ്റെപ്സും വളരെ റാഡിക്കലായിട്ടുള്ള നമ്മൾ ഡിസ്കഷൻസും നടത്തിയിട്ടുണ്ട്.